വിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSFE ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മവിശ്വാസത്തിന്റെ തീ പാറുന്ന പോരാട്ടങ്ങളാണ് നമ്മുടെ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ പോരാട്ടത്തിന് റെഡിയായി നമ്മുടെ ഏതൊക്കെ ടീമുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ടീം A SPHSS കൊഴിഞ്ഞാമ്പാറ ഫ്രം പാലക്കാട്, ടീം B GHSS പറവൂർ ഫ്രം ആലപ്പുഴ. Next it is SAT-HSS Manjeshwar from Kasaragod. Moving on to Team D GHSS and VHSS Kalanyur from Pathanamthitta. Team A ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് പ്രഭിതാബി. ഞാൻ SPHSS കൊഴിഞ്ഞാമ്പാറയിലെ +1 ബയോളജി സയൻസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പേര് ഹൃഷിത. ഞാൻ SPHSS കൊഴിഞ്ഞാമ്പാറയിലെ +1 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ടീം ബി. എൻ്റെ പേര് നവതേജ് കിരൺ. ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പറവൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ അഭിനവ് കൃഷ്ണ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പറവൂരിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ടീം സി. നമസ്തേ, എൻ്റെ പേര് KP പൂജാലക്ഷ്മി. ഞാൻ SAT-HSS മഞ്ചേശ്വറിലെ +1 വിദ്യാർത്ഥിനിയാണ്. ഞാൻ ആയിഷ തൻസീറ, SAT-HSS മഞ്ചേശ്വരത്തിലെ +1 വിദ്യാർത്ഥിയാണ്. ടീം ഡി. എൻ്റെ പേര് നിരഞ്ജൻ വി. ഞാൻ കലഞ്ഞൂർ പത്തനംതിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 സയൻസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് അനുജിത്ത് AS. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കലഞ്ഞൂർ സ്കൂളിലെ ബയോ സയൻസ് വിദ്യാർത്ഥിയാണ്. സോ നമ്മുടെ റൗണ്ട് 1ലേക്ക് പോകുന്നതിന് മുന്നേ വി ഹാവ് ടു ഇൻവൈറ്റ് നമ്മുടെ ക്വിസ് മാസ്റ്റർ. വിവിധ ദേശീയ സംസ്ഥാനതല പത്രമാധ്യമങ്ങളിലെ 100-ലധികം ക്വിസ് കോളങ്ങളും 3ഓളം ക്വിസ് പുസ്തകങ്ങളും രചിച്ച നമ്മുടെ സ്വന്തം സ്നേഹിത് സർ, നമ്മുടെ ഷോയുടെ സ്വന്തം ക്വിസ് മാൻ. നമ്മുടെ റൗണ്ട് 1 എല്ലാരും റെഡിയാണ്. സോ വി ആർ മൂവിംഗ് ഓൺ ടു റൗണ്ട് 1 ഓറ ഫാമിംഗ്. ആദ്യ റൗണ്ടിന്റെ റൂൾസ് ഇപ്രകാരമാണ്. 4 ചോദ്യങ്ങൾ 4 ഉത്തരങ്ങൾ. ഒരു ടീമിനോടുള്ള ഡയറക്റ്റ് ചോദ്യത്തിന് 100 പോയിന്റുകളാണ്. പാസ് ചെയ്ത ചോദ്യങ്ങൾക്കും 100 പോയിന്റാണ്. എന്നാൽ ഒരു ടീമിനോടുള്ള ഡയറക്റ്റ് ചോദ്യം വരുമ്പോൾ മറ്റു 3 ടീമുകൾക്കും ബസർ പ്രസ് ചെയ്ത് പൗൺസ് ചെയ്യാവുന്നതാണ് ആ ചോദ്യം. പൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം 30 സെക്കൻഡിനുള്ളിൽ. പൗൺസ് ചെയ്ത് ശരിയാക്കിയ ഉത്തരങ്ങൾക്ക് 100 പോയിന്റുകൾ, തെറ്റുത്തരങ്ങൾക്ക് -50. ഇതാണ് ഈ റൗണ്ടിന്റെ റൂൾ. ഏത് ടീമാണോ ശരി ഉത്തരം പറയുന്നത് അതിന്റെ അടുത്ത ടീമിനായിരിക്കും അടുത്ത ചോദ്യം. 4 ടീമുകളും ശരി ഉത്തരം പറയാത്ത ചോദ്യമാണെങ്കിൽ അടുത്ത ചോദ്യം അതേ ടീമിന് തന്നെ ലഭിക്കും. ഇത്രയും റൂൾസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. Here we go. Question number 1. ഒന്നാമത്തെ ചോദ്യം ടീം എക്കുള്ളതാണ്. പാലക്കാട് നിന്ന് വന്ന പ്രഭിതയും ഋഷിതയുമാണ് ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാൻ പോകുന്നത്. നിങ്ങൾ സെന്റ് പോൾസ് സ്കൂളിൽ നിന്നാണ് അല്ലെ? ഓൾ റൈറ്റ്. സോ ഇതാണ് ചോദ്യം. എനിക്ക് വേണ്ടത് വളരെ എളുപ്പമുള്ള ഒരു ഉത്തരമാണ്. ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് 2025 50 years ഓഫ് സ്റ്റേറ്റ്ഹുഡ് എന്ന പേരിൽ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് എന്നാണ് ചോദ്യം. സുനാലോ ആനി സമൃദ്ധ എന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. അതിന്റെ അർത്ഥം ഗോൾഡൻ ആൻഡ് പ്രോസ്പെറസ് എന്നാണ്. ഇതൊരു ഡെവലപ്മെന്റൽ സ്ലോഗനായിട്ട് ഈ സംസ്ഥാനക്കാർ ഉപയോഗിക്കാറുണ്ട്. ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തിന്റെ പേരിന്റെ അർത്ഥം ദി ഹിൽ ടോപ്പ് എന്നാണ്. മലയുടെ മുകൾ ഭാഗം എന്നൊക്കെയാണ് തലസ്ഥാന നഗരത്തിന്റെ പേരിന്റെ അർത്ഥം. ഏത് ഇന്ത്യൻ സംസ്ഥാനം? That is question number 1 to team A. B, C, D നിങ്ങൾക്ക് അത് പൗൺസ് ചെയ്യാം. ഈ സുനാലോ ആനി സമൃദ്ധ എന്നുള്ളത് ഒരു ക്ലൂ ആയിട്ട് എടുക്കാം. അതൊരു നേപ്പാളി ഭാഷയിലുള്ള ഫ്രേസ് ആണ്. ഇനി നിങ്ങൾക്ക് ഉത്തരം പറയാം. B, C, D ബസർ ചെയ്യുന്നുണ്ടോ? പൗൺസ് ചെയ്യുന്നുണ്ടോ? D പൗൺസ് ചെയ്യുന്നു. ഏത് ഇന്ത്യൻ സംസ്ഥാനം? എൻ്റർ യുവർ ആൻസേഴ്സ്. സബ്മിറ്റ് ചെയ്തോ? എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. റെഡി? ഓൾ റൈറ്റ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം എ. ഏത് ഇന്ത്യൻ സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ്. ദി ലാൻഡ് ഓഫ് റൈസിംഗ് സൺ എന്ന അപരനാമമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റാനഗർ അല്ലെ? അതിന്റെ പേരിന്റെ അർത്ഥം ഹിൽ ടോപ്പ് എന്നാവണം. പക്ഷെ അതല്ല. സോ പാസിംഗ് ടു ടീം ബി. സിക്കിം. സിക്കിമിന്റെ തലസ്ഥാനം ഏതാണ്? ഗാങ്ടോക്ക്. ഗാങ്ടോക്ക് ആണ്. ഗാങ്ടോക്ക് എന്ന് പറഞ്ഞാൽ ഹിൽ ടോപ്പ് എന്നാണ് അർത്ഥം. റൈറ്റ് ആൻസർ. 100 points ആലപ്പുഴ.
ടീം ഡി പത്തനംതിട്ട ടീം എൻ്റർ ചെയ്ത ഉത്തരം എന്താണെന്ന് നോക്കാം. സിക്കിമാണ് റൈറ്റ് ആൻസർ. 100 points to പത്തനംതിട്ട. ആൻഡ് മൈക്കിലൂടെ ഉത്തരം പറഞ്ഞത് ആലപ്പുഴ ആയതുകൊണ്ട് അടുത്ത ചോദ്യം ബൗൺസ് ചെയ്ത് വരുന്നു. ടീം സി നിങ്ങൾക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒന്നാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ചിത്രമാണ്. ഇനി അടുത്ത സ്ലൈഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് 2025 റിപ്പബ്ലിക് ഡേ പരേഡിന്റെ ചിത്രമാണ്. എന്റെ ചോദ്യം ഇതാണ്: വാട്ട് കണക്ട്സ് ഒന്നാമത്തെ റിപ്പബ്ലിക് ഡേ പരേഡും 2025 റിപ്പബ്ലിക് ഡേ പരേഡിലും മുഖ്യ അതിഥി ഒരേ രാജ്യത്തു നിന്നുള്ള വ്യക്തിയായിരുന്നു. ഏത് രാജ്യം എന്നാണ് ചോദ്യം. ടീം ബി ബസർ ചെയ്തിരിക്കുന്നു. ടീം ഡി ബസർ ചെയ്യുന്നുണ്ടോ? ടീം ഡി ബസർ ചെയ്തിരിക്കുന്നു. എയും ബസർ ചെയ്യുന്നു. ബി ഡി എ 3 ടീമുകൾക്ക് ഉത്തരം എൻ്റർ ചെയ്യാം. 30 സെക്കൻഡിനുള്ളിൽ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഉത്തരം. ഏത് രാജ്യം ഇതാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ഉത്തരം. 30 സെക്കൻഡിന് ശേഷം സബ്മിറ്റ് ചെയ്ത ഉത്തരങ്ങൾ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ല. എ ബി സി എൻ്റർ ചെയ്തു. പത്തനംതിട്ട എൻ്റർ ചെയ്തോ? യെസ്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു കാസർഗോഡ് ടീം പൂജാലക്ഷ്മി ആൻഡ് ഐഷത്ത് ഹൻസീല. എന്താണ് നിങ്ങളുടെ ഉത്തരം? ഏത് രാജ്യം? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ റൈറ്റ് ആൻസർ. ഒന്നാമത്തെ വർഷം സുകാർണോ ആയിരുന്നു. ആൻഡ് 2025 കഴിഞ്ഞ വർഷം പ്രഭുവാവോ സുബിയാൻതോ ആയിരുന്നു. വെൽ ഡൺ. ടീം എ എൻ്റർ ചെയ്ത ഉത്തരവും ബി എൻ്റർ ചെയ്ത ഉത്തരവും സി എൻ്റർ ചെയ്ത ഉത്തരവും നോക്കണം. ടീം എ ബി സി 3 ടീമുകളും എൻ്റർ ചെയ്തത് ഇന്തോനേഷ്യ എന്ന് തന്നെയാണ്. വെൽ ഡൺ. 100 100 100. ആൻഡ് ക്വിക്ലി മൂവിംഗ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ചോദ്യം ഇത്തവണ അവസരം ലഭിക്കുന്നു പത്തനംതിട്ട ടീമിനാണ്. ഇതാണ് നിങ്ങളുടെ ചോദ്യം. സിഗ്നറ്റ് പ്രസ് 1946 ഇത് ആദ്യമായി പബ്ലിഷ് ചെയ്തത്, ഇത് പ്രസിദ്ധീകരിച്ചത്. അഹമ്മദ് നഗർ ഫോർട്ടിൽ രചിക്കപ്പെട്ട സിഗ്നറ്റ് പ്രസ് 1946 ആദ്യമായി പബ്ലിഷ് ചെയ്ത ഇത് എന്താണ്? എന്താണ് ഇതിന്റെ ഒരു ഇത് എന്നാണ് ചോദ്യം. ടീം ഡിയോടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടീം സി ബസർ ചെയ്യുന്നു. ടീം എ ടീം ബി നിങ്ങൾ ബസർ ചെയ്യുന്നുണ്ടോ? ബസർ ചെയ്യുന്നില്ല. ടീം സി നിങ്ങൾക്ക് ഉത്തരങ്ങൾ എൻ്റർ ചെയ്യാം. യെസ്, നിങ്ങൾ സബ്മിറ്റ് ചെയ്തു. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ടു ടീം ഡി നിരഞ്ജൻ ആൻഡ് അനുജിത്. എന്താണ് നിങ്ങളുടെ ഉത്തരം? ഗസ്സാണ്. ഗസ്സാണ്? ഗസ് അല്ല. എന്താണ് പ്രസിദ്ധീകരിച്ചത്? ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഡിസ്കവറി ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റു രചിച്ച പുസ്തകം. എന്താ പറയാൻ കാരണം? അല്ല, അദ്ദേഹം ജയിലിൽ വെച്ചാണ് രചിച്ചതെന്നറിയാം. ഇത് ജയിലാണോ അഹമ്മദ് നഗർ ഫോർട്ട്? അവിടെ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ക്വിറ്റ് ഇന്ത്യ സമരമാണെന്ന് തോന്നുന്നു. ഉറപ്പില്ല. അദ്ദേഹം അവിടെ താമസിച്ചതല്ല, അദ്ദേഹത്തെ അവിടെ ജയിലിലാക്കിയതാണ്, വിട്ടുതടങ്കിൽ വെച്ചതാണ്. റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. 100 points ടീം ഡി. നമുക്ക് ടീം സി കാസർഗോഡ് ടീം എൻ്റർ ചെയ്ത ഉത്തരം നോക്കേണ്ടതുണ്ട്. ഡിസ്കവറി ഓഫ് ഇന്ത്യ റൈറ്റ് ആൻസർ. 100 points ടീം സി. വെൽ ഡൺ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു യു ടീം എ. ഗെറ്റ് റെഡി. പാലക്കാട് ടീം. ഒന്നാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം ഇതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് 100 വർഷത്തോളം 15ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഏറ്റവും ശക്തമായ പൊസിഷനിൽ ഇരുന്നത് വനിതകളാണ്. പല ഉദാഹരണങ്ങളും കാണാം. ലൂയിസ് ഓഫ് സേവോയ്, മാർഗരറ്റ്, പിന്നെ മാർഗരറ്റ് ഓഫ് ഓസ്ട്രിയ, ഫ്രാൻസിലെ ആനി, ഇസബെല്ല, കാത്തറിൻ, ഇവരൊക്കെയായിരുന്നു ഒരു ഇനവയെ പറഞ്ഞാൽ ലോകം ഭരിച്ചിരുന്ന ശക്തികൾ. ഇതിനെ തുടർന്നാണത്രേ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഗെയിമിൽ, നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു കളി ഇങ്ങനെ വരാൻ കാരണം ഇതാണ് എന്നാണ് പറയുന്നത്. ഏത് ഗെയിമിലാണ് ഇത് റിഫ്ലക്ട് ചെയ്യപ്പെട്ടത്? ബസർ ചെയ്യുന്നത് ടീം ബി, ടീം ഡി, ടീം സി എൻ്റർ ചെയ്യുന്നുണ്ടോ? എനിക്ക് ഗെയിം മാത്രം മതി. ഏത് ഗെയിമിലാണ് ഇതിന്റെ ഇമ്പാക്ട് വന്നത് എന്നാണ് ചോദ്യം. ടീം ബിയും സിയും ഡിയും എൻ്റർ ചെയ്യുന്നു. ഗെയിം മാത്രം എൻ്റർ ചെയ്താൽ മതി. യെസ്. സോ 3 ടീമുകളും എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ടീം എയുടെ ഉത്തരം എന്താണെന്ന് നോക്കാം. പാലക്കാട്. പോൾ വാൾട്ട്. പോൾ വാൾട്ട്. യെലന ഇസിൻബയെയുടെയും സെർഗി ബൂബ്കിയുടെയും പോൾ വാൾട്ട് ആണ് നിങ്ങൾ ഉത്തരമായി പറഞ്ഞത്. യൂറോപ്പിൽ വനിതകൾ അധികാരത്തിൽ വരുന്നതും ശക്തരാവുകയും ചെയ്യുന്നതിൽ നിന്ന് പോൾ വാൾട്ടിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്ന് പറയാമോ? ഞങ്ങൾ കണക്ട് ചെയ്തൊന്നുമില്ല, ഞങ്ങൾ ഗസ്റ്റ് ചെയ്തതാണ്. ഗെയിം ചോദിച്ചു, ഗസ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. ഓൾ റൈറ്റ്. പോൾ വാൾട്ട് അല്ല ഉത്തരം. ടീം ബി, സി, ഡി ഈ 3 ടീമുകളും എൻ്റർ ചെയ്ത ഉത്തരങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ടീം ബി, സി, ഡി 3 പേരും എൻ്റർ ചെയ്ത് ചെസ് എന്നാണ്. എന്താണ് ചെസ്സിൽ സംഭവിച്ചത്? ചെസ്സില് കിങ്ങിനേക്കാൾ പവർ കൂടുതൽ ക്യൂനിനാണ്. ക്യൂൻ became the most powerful piece in chess is the right answer. അതാണ്. ടീം ബി, സി, ഡി 3 ടീമുകളും 100 പോയിന്റുകൾ നേടിക്കൊണ്ട് ഒന്നാമത്തെ റൗണ്ടായ ഓറ ഫാമിംഗ് ഇവിടെ സമാപിക്കുന്നു. ക്ലോക്കിറ്റില് നമുക്കറിയാം ബസേഴ്സ് ഇസ് ഇമ്പോർട്ടന്റ്. എപ്പോഴും ഹാൻഡ്സ് ഓൺ ബസേഴ്സ് ആയിരിക്കണം. സ്കോർ ചെയ്താൽ, ഐ മീൻ റൈറ്റ് ആൻസർ പറഞ്ഞാൽ യു വിൽ ഗെറ്റ്
100 points, and if the answer is wrong, you will get -50. Nissaram. So we are moving on to round 2. Clock it. ഓൺ ദി ബസേഴ്സ് ഓൾ 4 ടീംസ്, ഹിയർ ഇസ് യുവർ ക്വസ്റ്റ്യൻ. ക്ലോക്ക് ഇറ്റ് റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. ഗുണ്ടൂർ എന്ന ജില്ലയുടെ റവന്യൂ ഡിവിഷൻസ് ആണ് 3 നിങ്ങൾക്ക് അവിടെ കാണാം. ഒന്ന് ഗുണ്ടൂർ തന്നെയാണ്, ഒന്ന് ഗുരസാല എന്ന് പറഞ്ഞ സ്ഥലമാണ്, ഒന്ന് നർസറോപേട്ട് എന്ന് പറഞ്ഞ പ്രദേശമാണ്. 4ാമത്തെ റവന്യൂ ഡിവിഷന്റെ പേര് ആണ് നമ്മുടെ ചോദ്യത്തിന്റെ ഭാഗം. ഓൺ ദി ബസർ ടീം കാസർഗോഡ്. ഞാൻ ചോദ്യത്തിലേക്ക് പോലും കടന്നിട്ടില്ല. SAT ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ചേശ്വരത്ത് നിന്ന് വന്ന പൂജാലക്ഷ്മിയും ആയിഷത്തും ബസർ ചെയ്തിരിക്കുന്നു. എന്താണ് എനിക്ക് വേണ്ട ഉത്തരം? തെനാലി. തെന്നാലി. അപ്പൊ ചിത്രത്തിൽ കാണുന്നത് ആരുടെ ശില്പമാണ്? അഷ്ടദിഗ്ഗജന്മാരിൽ ഒരാളായ തെനാലി രാമകൃഷ്ണൻ. തെന്നാലി രാമൻ. തെന്നാലി എന്നാണ് നിങ്ങളുടെ ഉത്തരം. ഞാനത് അക്സെപ്റ്റ് ചെയ്യട്ടെ? ആണോ ആയിഷത്തെ? തെന്നാലി എന്നാണ് ഉത്തരം? ആണോ? 100 points to team C. That is a beautiful answer. തെന്നാലി രാമനാണ് നിങ്ങൾ ചിത്രത്തിൽ കണ്ട. തെനാലി രാമന്റെ ശില്പമാണ് കൃഷ്ണദേവരായരുടെ സദസ്സിലുണ്ടായിരുന്ന തെനാലി രാമൻ. And question number 5, that was moving to question number 6. എനിക്ക് വേണ്ടത് ഒറ്റ ഉത്തരമാണ്, ഒരൊറ്റ പേരാണ്, ഒരൊറ്റ സിനിമയുടെ പേരാണ്. Here we go. മലയാളത്തിലേത് ബാലനാണെങ്കിൽ യെസ്. ടീം ഡി. ആലമാര. ആലം ആര എന്നാണ് കാസർഗോഡിലെ നിരഞ്ജനും അനുജിത്തും പറഞ്ഞത്. കലഞ്ഞൂർ GHSS ആൻഡ് VHSS അല്ലെ? എന്താണ് പറയൂ? ബാലൻ മലയാളത്തിലെ ആദ്യത്തെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ. പിന്നെയോ? ജാസിംഗർ. ലോകത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ജാസിംഗർ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം ആലം ആര. റൈറ്റ് ആൻസർ. 100 points. വെൽ ഡൺ. 100 points. 7ാമത്തെ ചോദ്യം. ഇത്തവണ കേരളത്തിലുള്ള ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. കേരളത്തിലുള്ള ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ചോദ്യം ഇതാണ്. ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകതയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഒരു താഴ്ന്ന പ്രദേശത്തെ അല്ലെങ്കിൽ ചുറ്റും ഉയർന്ന ഭാഗമുള്ള ഒരു താഴ്വരയെ സൂചിപ്പിക്കാറുണ്ട്. ഈ പ്രദേശം അങ്ങനെ ഒരു രൂപത്തിലായിരുന്നിരിക്കാം. നമസ്കരിക്കുക അല്ലെങ്കിൽ താഴ്ന്ന അവസ്ഥയിലാവുക എന്നൊക്കെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. നമസ്കരിക്കുക, അതാണ് അതിന്റെ ക്ലൂ, അതിന്റെ കീവേഡ്. അതിനെ സൂചിപ്പിക്കാൻ മലയാളികൾ ഉപയോഗിക്കുന്ന, മലയാളത്തിൽ പറയുന്ന ഈ വാക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ ഈ സ്ഥലത്തിന്റെ പേരും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. കാരണം വളരെ രസകരമായ ഒരു പേരാണ്. മലയാള സിനിമയിലെ ഒരു കഥാപാത്രത്തെ നാം അറിയുന്നത് ഈ പേരിലാണ്. താഴ്ന്ന് നമസ്കരിക്കുന്നതിന്, ഒരാളുടെ മുന്നിൽ താണു വണങ്ങി നമസ്കരിക്കുന്നതിന് മലയാളികൾ പൊതുവെ പറയുന്ന ഒരു പേരുണ്ട്. പേരിൽ നിന്നാവാം ഈ പ്രദേശത്തിന് പേര് ലഭിച്ചത് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, താഴ്ന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയും ആവാം എന്ന് പറയുന്നു. കാരണം കേരളത്തിലെ പല സ്ഥലങ്ങളുടെയും പേര് വന്ന കഥ വളരെ രസകരമാണ്. ഓരോ സ്ഥലത്തിന്റെ പേരിൽ തന്നെ 5 or 10 കഥകളുണ്ടാവും. ഈ സ്ഥലത്തിന് പേര് വന്ന കഥ ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. നമസ്കരിക്കുക, വണങ്ങുക എന്നതിനൊക്കെ സൂചിപ്പിക്കുന്ന മലയാളം വാക്കിൽ നിന്നാണ് വന്നത് എന്നാണ് പറയുന്നത്. മാത്രമല്ല, മലയാള സിനിമയിലെ അനശ്വരമായ ഒരു കഥാപാത്രം, മലയാളികൾ എപ്പോഴും ചിരിയോടെ മാത്രം ഓർക്കുന്ന ഒരു കഥാപാത്രവും. യെസ്, ബസർ ചെയ്യുന്നു ആലപ്പുഴ. എനിക്ക് വേണ്ട ആ സ്ഥലം ഏതാണ്? കുമ്പിടി. കുമ്പിടിയാ? എവിടെയാണ് കുമ്പിടി എന്ന് പറഞ്ഞ സ്ഥലം? അത് കൃത്യമായിട്ടല്ല, ക്യാരക്ടറും പിന്നെ നമസ്കരിക്കുക എന്ന് പറഞ്ഞ കുമ്പിടുക എന്നാണ്. ആൻസർ നോക്കാം എന്നാല്. ദിസ് ഈസ് കുമ്പിടി. വെൽ ഡൺ. കുമ്പിടി എന്ന ഉത്തരം പറഞ്ഞതിലൂടെ ടീം ബി 100 point കരസ്ഥമാക്കുന്നു. പാലക്കാട് ജില്ലയിലല്ലേ കുമ്പിടി? ആയിരിക്കാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എനിക്ക് വേണ്ടത് ഈ പുസ്തകത്തിന്റെ പേരാണ്. ഈ പുസ്തകത്തിന്റെ പേരിന്റെ അവസാനത്തെ ഭാഗം. ഈസി വൺ. പത്തനംതിട്ട ഗോയിങ് ഫോർ ഇറ്റ്. നിരഞ്ജൻ ആൻഡ് അനുജിത്ത്. ആൻസർ? പാകിസ്ഥാൻ. ഖുഷ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകമാണ് പത്തനംതിട്ട തിരിച്ചറിഞ്ഞത്. ദാറ്റ് ഈസ് ക്വിക്ക് ലൈറ്റ്നിങ് സ്പീഡ് ഓൺ ദ ബസേഴ്സ്. വെൽ ഡൺ. 100 points to team D. 2 റൗണ്ടുകൾ ഇവിടെ കഴിയുന്നു. Let's see the scoreboard now. Team A 100 points. Team B is 400 points. Team C 400 points. Team D 600 points. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം സ്കൂൾ കാലഘട്ടത്തിൽ കേരള ക്വിസിംഗ് സർക്യൂട്ടിൽ തന്റേതായ മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. ഓൾ കേരള ഗാന്ധി ക്വിസ് വിജയിച്ച് ദക്ഷിണാഫ്രിക്ക പര്യടനം നടത്തി ശ്രദ്ധേയനായ ഇദ്ദേഹം മികച്ച ഒരു ക്വിസ് ട്രെയിനർ കൂടെയാണ്. ഇതിലും ബെറ്റർ ആയിട്ട് നമുക്ക് ഒരാളെ എനിക്ക് കിട്ടാനില്ല. സോ ലെറ്റ്സ് വെൽക്കം ഡോക്ടർ അമൽ ദാമോദരൻ, ദ ക്വിസ് മാസ്റ്റർ ഓൺ സ്റ്റേജ്.
എനിക്ക് എന്റെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരികയാണ്. പണ്ട് സ്കൂൾ കാലഘട്ടത്തിൽ മത്സരിച്ചതും അതെ ഇതുപോലെ മത്സരിച്ചതും മൈനസ് വാങ്ങിയതും ചില ക്വിസുകൾ ജയിച്ചു. എന്റെ സ്കൂൾ കാലഘട്ടത്തിലേക്കാണ് ഇവരെന്നെ കൊണ്ടുപോയത്. അതിൽ നിന്നൊക്കെ ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മോഡൽ എന്തായിരിക്കും? ഒരുപാട് മൈനസ് അടിച്ച് തന്നെ ജയിക്കാൻ പറ്റും. റിസ്ക് എടുത്തവനെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. That's it. That's the point. Round 3, the clutch factor is here. ശരി ഉത്തരത്തിന് 150 പോയിന്റും തെറ്റുത്തരത്തിന് -100. Here we go. First question. 11 against Ebola. WHO, UNICEF, വേൾഡ് ബാങ്ക് എന്നീ സംഘടനകൾ മറ്റൊരു അന്താരാഷ്ട്ര സംഘടനയുടെ കൂടെ ഒത്തുചേർന്ന് 2014-16 കാലഘട്ടത്തിൽ തുടങ്ങിവെച്ച ഒരു പൊതുജനാരോഗ്യ പദ്ധതിയാണ്. സാർ ഒരു സംശയം, സംഘടന തന്നെയാണോ മറ്റേത്? സംഘടനയാണ്. 1904 സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് അത്. എബോള പകർച്ചവ്യാധിക്കിടെ തുടങ്ങിവെച്ച ഒരു പൊതുജനാരോഗ്യ പദ്ധതി. WHO ഉണ്ട് കൂടെ, യുണിസെഫ് ഉണ്ട് കൂടെ, വേൾഡ് ബാങ്കും ഉണ്ട്. ഇതിന്റെ ആസ്ഥാനം ഞാൻ പറയാം. സ്യൂറിച്ച് ആണ് ഇതിന്റെ ആസ്ഥാനം. ടീം ഡി പത്തനംതിട്ട. ഫിഫ സ്യൂറിച്ച് ആണോ ആസ്ഥാനം? സ്വിറ്റ്സർലൻഡ്. അപ്പൊ ലൊസൈനിൽ ആരുടെ ആസ്ഥാനമാണ്? ലൊസൈനിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ആസ്ഥാനമാണ്. ഫിഫ ഇസ് ദ റൈറ്റ് ആൻസർ. +150 ടു ടീം പത്തനംതിട്ട, ടീം ഡി. സോ മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതാദ്യമായി ഇൻസ്റ്റാൾ ചെയ്തത് 1853 ന്യൂയോർക്കിലാണ്. 10 വർഷങ്ങൾക്ക് ശേഷം കൊൽക്കത്തയിലെ രാജ്ഭവനിൽ, അതായത് ഇന്ത്യയിൽ ആദ്യമായി ഇത് ഇൻസ്റ്റാൾ ചെയ്തത് കൊൽക്കത്തയിലെ രാജ്ഭവനിലായിരുന്നു. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇവിടെ നിൽക്കുന്ന ഈ 8 പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഈ റൂമിലിരിക്കുന്ന പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. ടീം ബി ആലപ്പുഴ. ATM ആദ്യമായി ന്യൂയോർക്കിലാണോ ഇൻസ്റ്റാൾ ചെയ്തത്? ആണെന്ന് തോന്നുന്നു. ജോൺ ഷെപ്പേർഡ് എന്ന വ്യക്തിയാണ് ATM കണ്ടുപിടിച്ചത്. എന്നാൽ ഇത് ATM അല്ല. -100 ഫോർ ടീം ബി. ഞാൻ ചില കമ്പനികളുടെ പേര് പറയാം. എന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട ചില കമ്പനികളാണ്. ഷിൻഡ്ലർ, കോണെ, ഓട്ടിസ്, ജോൺസൺ. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത്. മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ജോൺസൺ. ഒരു ക്ലൂ കൂടി തരാം. നിങ്ങൾക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കുറച്ച് മടിയായിരിക്കും. ടീം ഡി ടേക്കിംഗ് ദ റിസ്ക്. പത്തനംതിട്ട. സാർ ഒരു ഗസ്സാണ്. പിന്നെ പറഞ്ഞോളൂ, ഗസ് പറഞ്ഞോളൂ. ലിഫ്റ്റോ, അതായത് എലവേറ്റർ. എങ്ങനെയാണ് ലിഫ്റ്റിലേക്ക് എത്തിയത്? ഫസ്റ്റ് ന്യൂയോർക്കിലാണ് തുടങ്ങിയെന്നറിയാം. പിന്നെ ക്ലോസ്ട്രോഫോബിയ ചിലപ്പം ഹൈറ്റിനോടുള്ള, അല്ല ഹൈറ്റ് അല്ല, ചിലപ്പോൾ മുകളിലോട്ട് കയറാൻ എനിക്കറിയത്തില്ല. ഹൈറ്റിനോടുള്ള പേടി ആക്രോഫോബിയ ആണ്. ക്ലോസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സ്പേസിനോടുള്ള പേടിയാണ്. സോ ലിഫ്റ്റ് ഒരു ക്ലോസ്ഡ് സ്പേസ് ആണോ? +150 for team പത്തനംതിട്ട. Team D getting 150 points. Moving on to the third question of round 3. ചിത്രത്തിൽ കാണുന്നത് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. 325-ലധികം പേറ്റന്റുകൾ ഉള്ള ഒരു വ്യക്തിയാണ് വിൽസൺ ഗ്രേറ്റ് ബാച്ച്. എഞ്ചിനീയറിംഗും മെഡിക്കൽ ഇലക്ട്രോണിക്സും കമ്പൈൻ ചെയ്ത് ഗവേഷണം നടത്തി രൂപകൽപ്പന ചെയ്ത ഒരു ഡിവൈസ് ആണ് എനിക്ക് വേണ്ട ഉത്തരം. വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് ഇത് കണ്ടുപിടിച്ചത്. 1958 സ്വീഡിഷ് കമ്പനിയായ സിയമൻസ് എലേമ. ഈ പേര് കേട്ടിട്ടുണ്ടോ? സ്വീഡിഷ് കമ്പനിയായ സിയമൻസ് എലേമ ഒരു ഫുള്ളി ഇംപ്ലാന്റബിൾ ഡിവൈസ് രൂപകൽപ്പന ചെയ്തു. ആരെങ്കിലും ബസർ പ്രസ് ചെയ്യുന്നുണ്ടോ? ആരും പ്രസ് ചെയ്യുന്നില്ല. ഒരു ക്ലൂ കൂടി തരാം. SA നോഡ്. ടീം ഡി പത്തനംതിട്ട. പേസ് മേക്കർ. അപ്പോൾ SA നോഡ് എന്താണ്? പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്നു. SA നോഡ് അറിയപ്പെടുന്നത് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നാണോ? ബ്രില്യന്റ് ആൻസർ. +150 ഫോർ ടീം ഡി പത്തനംതിട്ട. റൗണ്ട് 3-ലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ദ ഗ്രേറ്റ് ഗ്രീൻ വാൾ. 2007 തുടങ്ങി വെച്ച ഒരു പദ്ധതി. വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങൾ തുടങ്ങി വെച്ച ഒരു പദ്ധതി. ഈ പദ്ധതിയുടെ ഒരു മോഡൽ നമ്മുടെ ഇന്ത്യയിലെ ആരവല്ലി റേഞ്ചുകളിലേക്കും കൊണ്ടുവരണമെന്ന് പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. 7700-ലധികം കിലോമീറ്റർ നീളത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. എനിക്ക് വേണ്ടത് ഒരു പ്രദേശമാണ്. ടീം ബി
സഹാറ ഡെസേർട്ടിന്റെ എക്സ്പാൻഷൻ തടയാൻ വേണ്ടി. അപ്പൊ ടീം ബി പറയുന്നത് സഹാറ ഡെസേർട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് എന്നാണോ? ഇത് കാറ്റടിക്കുമ്പോൾ ആ മണല് ഇങ്ങോട്ട് വന്ന് എക്സ്പാൻഡ് ആവും. അത് തടയാൻ വേണ്ടി ഒരു ഗ്രീൻ വാൾ. അത് തടയാൻ വേണ്ടിയുള്ള ഒരു ഗ്രീൻ വാൾ. അത് തന്നെ താർ ഡെസേർട്ട് തടയാൻ വേണ്ടിയാണ് ആരവല്ലിയോട് ചേർന്ന് ഒരു ആരവല്ലി ഗ്രീൻ വാൾ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ ക്ലൈമറ്റ് ചേഞ്ച് കാരണവും ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ഡീഫോറസ്റ്റേഷൻ ഇത്തരം സംഭവങ്ങളിലൂടെ മരുഭൂമീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടയാൻ വേണ്ടിയുള്ളതാണ് ഗ്രേറ്റ് ഗ്രീൻ വാൾ. സഹാറ ഇസ് ദ റൈറ്റ് ആൻസർ. പ്ലസ് 150 ഫോർ ടീം ബി ആലപ്പുഴ. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് റൗണ്ട് 3. റൗണ്ട് 3 ക്ലച്ച് ഫാക്ടർ കഴിയുമ്പോൾ ആരൊക്കെ ക്ലച്ച് പിടിച്ചു എന്ന് നമുക്ക് സ്കോർ ബോർഡിൽ നോക്കാം. ടീം എ 100 പോയിന്റ്സ്, ടീം ബി 450 പോയിന്റ്സ്, ടീം സി 400 പോയിന്റ്സ്, ടീം ഡി 1050 പോയിന്റ്സ്. സോ റൗണ്ട് 4 പ്ലോട്ട് ട്വിസ്റ്റിലേക്ക് നമുക്ക് വെൽക്കം ചെയ്യാം സ്നേഹച്ചർ ദ ക്വിസ് മാൻ. മൂവിംഗ് ഓൺ ടു റൗണ്ട് 4 പ്ലോട്ട് ട്വിസ്റ്റ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ധാരാളം ട്വിസ്റ്റുകൾ ഉള്ള റൗണ്ടാണ്. കാരണം 800 പോയിന്റുകൾ, 800 പോയിന്റ്സ് വരെ നേടാം. എന്നാൽ 800 പോയിന്റ്സ് മാത്രമല്ല, വേണമെങ്കിൽ അതിന്റെ ഇരട്ടിയോ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആയിരക്കണക്കിന് പോയിന്റുകൾ വേണമെങ്കിൽ നഷ്ടപ്പെടുത്താവുന്ന റൗണ്ടും കൂടിയാണ് ദി പ്ലോട്ട് ട്വിസ്റ്റ്. ഇതൊരു കോമ്പറ്റേറ്റീവ് ബിഡിംഗ് റൗണ്ടാണ്. അറിവിനൊപ്പം സ്ട്രാറ്റജിയും ഒത്തുചേരുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെട്ട ഈ റൗണ്ടിന്റെ റൂൾസ് ഇപ്രകാരമാണ്. ബസർ പ്രസ് ചെയ്ത ടീമിന് 50, 100, 150, 200 4 ഓപ്ഷൻസ് ആണുള്ളത്. എത്ര പോയിന്റുകൾക്ക് വേണ്ടിയും ബിഡ് ചെയ്യാം. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ ബിഡ് ചെയ്യുന്ന ടീമിനാണ് അതിന്റെ ഉത്തരം പറയാനുള്ള അവസരം. എത്ര പോയിന്റിനാണോ ബിഡ് ചെയ്യുന്നത് അത്ര തന്നെ പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. തെറ്റാണെങ്കിൽ അത്ര തന്നെ പോയിന്റുകൾ നഷ്ടപ്പെടും. ഒരു ചോദ്യത്തിൽ എത്ര തവണ വേണമെങ്കിലും ബിഡ് ചെയ്യാവുന്നതാണ്. പലരും തെറ്റിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ബിഡ് ഓപ്പൺ ആവും. ബിഡ് എപ്പോഴും ഓപ്പൺ ആവുന്നത് 50, 100, 150, 200 4 ഓപ്ഷനിൽ തന്നെയാണ്. ചോദ്യത്തിന് 200 പോയിന്റ് ബിഡ് ചെയ്ത് തെറ്റിയാലും അടുത്ത പ്രാവശ്യം കൂടുതൽ ക്ലൂകളുമായി അത് ബിഡ് ചെയ്യാം. 50 പോയിന്റിനോ 100 പോയിന്റിനോ 150 പോയിന്റിനോ 200 പോയിന്റിനോ ബിഡ് ചെയ്യാം. Here we go. Question number 1. ഒപ്പിയോർഫിൻ എന്ന കോമ്പൗണ്ടിനെ കുറിച്ചാണ്. മോർഫിൻ എന്ന വേദന സംഹാരിയേക്കാളും 6 ഇരട്ടി പവർഫുൾ ആണ് ഒപ്പിയോർഫിൻ. ഇത് വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തമായിരുന്നു. ഇത് പൂജാലക്ഷ്മിയും ആയിഷത്തും ബസർ പ്രസ് ചെയ്ത് കഴിഞ്ഞു. എത്ര പോയിന്റുകൾക്ക്? 200. യു ആർ ഗോയിങ് ഫോർ ദ കിൽ. എന്താണ് നിങ്ങളുടെ ഉത്തരം? സലൈവ. സലൈവ. അപ്പൊ എന്താണ് എന്റെ ചോദ്യം? ഈ ഒപ്പിയോർഫിൻ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? എവിടെ നിന്നാണ് ഒപ്പിയോർഫിൻ ഉണ്ടാക്കുന്നത്? സലൈവിൽ നിന്നാണോ ഉണ്ടാക്കുന്നത്? അല്ല, ഒപ്പിയോർഫിൻ നിർമ്മിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്. പക്ഷേ ഒപ്പിയോർഫിൻ ആദ്യമായി ഐസൊലേറ്റ് ചെയ്തത് സലൈവയിൽ നിന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ ആൻഡ് ദ റൈറ്റ് ആൻസർ 200. വെൽ ഡൺ കാസർഗോഡ്. പ്ലോട്ട് ട്വിസ്റ്റ് രണ്ടാമത്തെ ചോദ്യം ഇതാണ്. പാറ്റോ എന്നാണ് ഈ കളിയുടെ പേര്. നിങ്ങൾക്ക് എന്തായിരിക്കാം ചോദ്യം എന്ന് ഊഹിക്കാം. ഉത്തരത്തിലേക്ക് പോവാം. പക്ഷേ അഗൈൻ റിസ്ക് ആണ്. സോ എത്ര പോയിന്റുകൾ? 200 പോയിന്റ്. 200 പോയിന്റ്സ്. അവർക്ക് റിസ്ക് എടുത്തേ പറ്റൂ. സോ നിങ്ങളുടെ ഉത്തരം എന്താണ്? അർജന്റീന. അർജന്റീന എന്നാണ് നിങ്ങളുടെ ഉത്തരം. ഇത് അർജന്റീന എന്ന രാജ്യത്തിന്റെ ദേശീയ കായിക ഇനമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഫുട്ബോൾ അല്ലേ അർജന്റീനയുടെ? അല്ലല്ല. അല്ലേ? അല്ല. അല്ല. റൈറ്റ് ആൻസർ. ദിസ് ഈസ് അർജന്റീന. 200. വാട്ട് എ ഷോ. ടൈറ്റ് ഫൈറ്റ്. അടുത്ത ചോദ്യം ഇതാണ്. ഈ 2 രാഷ്ട്രീയ പാർട്ടികളും ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആണ് എന്നതാണ്. ജസ്റ്റ് നീഡ് ടു ഐഡന്റിഫൈ ദ കൺട്രി. ഏഷ്യൻ രാജ്യമാണ്. നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അപരനാമം പറയാറുണ്ട്, ഒരു സോബ്രിക്വറ്റ്. സിക്മാൻ ഓഫ് യൂറോപ്പ് ടർക്കിയാണ്. സിക്മാൻ ഓഫ് ഏഷ്യ എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന അൺസ്റ്റെബിലിറ്റി, ആഭ്യന്തര പ്രശ്നങ്ങൾ ആണ് ഒരു കാരണം. ഇടയ്ക്കിടയ്ക്ക് ഭരണകൂടം മാറുന്നു, പട്ടാളം വരുന്നു, രാജ്യത്തലവനെ തടവിലാക്കുന്നു, മകൾ അധികാരത്തിൽ വരുന്നു, മകളെ വീട്ടുതടങ്കലാക്കുന്നു. ഓൺ ദി ബസർ ടീം സി അഗൈൻ. എത്ര പോയിന്റുകൾ? അച്ഛൻ, മകൾ വീട്ടുതടങ്കലായ ഈ രാജ്യം, ഇതെല്ലാമാണ് എന്റെ ക്ലൂ. നിങ്ങൾ 200 പോയിന്റ് പോകുന്നോ? റിസ്ക് എടുക്കാണ്. യെസ്. രാജ്യം ബംഗ്ലാദേശ്. നോട്ട് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് അല്ല. ഓവർ ടു ഓൾ 4 ടീംസ് അഗൈൻ. ഇനിയും അത് ഓപ്പൺ ആണ്. 4 ടീമുകൾക്കും വീണ്ടും ബസർ പ്രസ് ചെയ്യാം. ഈ രാജ്യത്തിന്റെ തലസ്ഥാനം നഗരം പേര് മാറ്റിയതിലൂടെയൊക്കെ വാർത്തയിൽ വന്നിരുന്നു. യെസ്. ടീം സി വീണ്ടും പോകുന്നു. എത്ര പോയിന്റ്? 200 അഗൈൻ. യെസ്. ടീം കാസർഗോഡ് വീണ്ടും നിങ്ങളുടെ ഉത്തരം. മ്യാൻമാർ. മ്യാൻമാർ. ആരാണ് വീട്ടുതടങ്കിലായ ആ മകൾ?
ആങ് സാൻ സൂചി. പെർഫെക്റ്റ് ആൻസർ ദിസ് ടൈം. മ്യാൻമാർ. വാട്ട് എ കംബാക്ക്. വെൽ ഡൺ. ആങ് സാങ്ങും ആങ് സാൻ സ്യൂക്കിയുമായിരുന്നു നമുക്ക് വേണ്ട ആളുകൾ. അവസാനത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. 2022 വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽസ് അവാർഡ്സ് ഫോർ ഗ്ലോബൽ ഹെൽത്ത് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഈ അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രറ്റേണിറ്റിക്ക് ടീം ബി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഓൺ ദി ബസർ ടീം ബി എത്ര പോയിന്റുകൾ? 50 points. 50 പോയിന്റുകൾ. ടീം എ, സി, ഡി നിങ്ങൾക്ക് ഇപ്പോഴും അത് ഓപ്പൺ ആണ്. ആരെങ്കിലും 50-ൽ കൂടുതൽ പോയിന്റുകൾക്ക് പോകാൻ താല്പര്യമുണ്ടോ? ലാസ്റ്റ് ചാൻസ്. ഈ ക്വിസിലെ അവസാനത്തെ ചോദ്യമാണ്. ഇനി മറ്റൊരു അവസരമില്ല നിങ്ങൾക്ക്. പോണില്ല? ഷുവറാണ്? കൊടുക്കട്ടെ. ഇനി ഒരു അവസരമില്ല, അവസാനത്തെ അവസരമാണ്. ആൻസർ ടീം ബി 50 പോയിന്റുകൾക്കായി നിങ്ങളുടെ ഉത്തരം. ആശാ വർക്കേഴ്സ്. ആശാ വർക്കേഴ്സിനെ ഐക്യരാഷ്ട്രസഭയുടെ അവാർഡ് കിട്ടിയെന്നാണോ നിങ്ങൾ പറയുന്നത്? ആണോ? ആൻസർ പ്ലീസ്. റൈറ്റ് ആൻസർ. ആലപ്പുഴ getting your 50. അഭിനവ് കൃഷ്ണ ആൻഡ് നവതേജ് കിരൺ, വെൽ പ്ലേഡ്. 4 റൗണ്ടുകളും ഇവിടെ പൂർത്തിയായി. സ്കോർ എന്താണെന്ന് നോക്കാൻ ജൂലിയറ്റിനെ വിളിക്കണം. Moving on to the scoreboard. Team E 100 points. Team B 700 points. Team C 600 points. Team D 1050 points. സെമി ഫൈനലിലേക്ക് പോകുന്നത് ടീം ഡി ആൻഡ് ടീം ബി ആയിരിക്കും. ഗസ്റ്റ് ഓഫ് ദി എപ്പിസോഡിനെ ഇൻവൈറ്റ് ചെയ്യണം. ഇറ്റ്സ് ഡോക്ടർ പ്രേം കുമാർ KP, ഹെഡ് സ്ട്രാറ്റജി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് IQA ഏഷ്യ. സർ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ പ്രേം കുമാർ ഓൺ സ്റ്റേജ്. And I would like to invite Amal sir also. Dr. Prem Kumar sirന് മൊമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നതിനായിട്ട് I would like to invite അജയൻ K. നായർ sir, Deputy Creative Head, അമൃത TV. കുട്ടികൾക്ക് മാത്രമുള്ള ഗെയിം അല്ല. ഏത് കാലത്തും ബ്രെയിൻ വർക്ക് ചെയ്യണമെന്ന്, മനസ്സ് വർക്ക് ചെയ്യണമെന്ന് ഇഷ്ടമുള്ള എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ സമയത്തും എൻഗേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള എല്ലാവർക്കും, അവരെ സപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന പാരന്റ്സിന്, ടീച്ചേഴ്സിന് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ, നന്ദി, സ്നേഹം മാത്രം. നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ പോവാണ്. സോ ലെറ്റ് മീ ഇൻവൈറ്റ് ടീം എ ഫസ്റ്റ്. ഇറ്റ്സ് SPHSSS കൊഴിഞ്ഞാമ്പാറ ഫ്രം പാലക്കാട്. I would like to invite SAT HSSS Manjeshwar from Kasaragod, Aishat Hansila. Semi-finalsലേക്ക് കടന്ന് ടീം ബി GHSSS Paravud from Alappuzha, അഭിനവ് കൃഷ്ണ, നവതേജ് കിരൺ. സെമിഫൈനൽസിലേക്ക് ഏറ്റവും കൂടുതൽ സ്കോർ നേടി 1050 സ്കോർസ് നേടി ടീം ഡി കടക്കുന്നു. VHSSS കലഞ്ഞൂർ ഫ്രം പത്തനംതിട്ട. ഇറ്റ്സ് നിരഞ്ജൻ V and അനുജിത് AS. അമൃത വിശ്വവിദ്യാപീഠം IQA സ്റ്റേറ്റ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് സീസൺ 2 co-powered by KSFയുടെ പൊടിപാറുന്ന പ്രകടനങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഓരോ എപ്പിസോഡിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അറിവ് മാറ്റുരയ്ക്കുന്ന ഒരു വേദിയിൽ ഇതിലും ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. സോ ഇറ്റ്സ് മീ ജൂലിയറ്റ് ആൻഡ് സ്നേഹത് സർ ആൻഡ് ദി ഹോൾ ക്രൂ. സോ സൈനിങ് ഓഫ്. ബൈ. വിൽ സീ യു ഓൺ ദി നെക്സ്റ്റ് എപ്പിസോഡ്. നിങ്ങൾക്ക് 100% ഷുവർ ആണെങ്കിൽ ഇപ്പൊ ബസർ പ്രസ് ചെയ്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം? തോമസ് ആൽവ എഡിസൺ, ഗൂഗിൾ, സുമോ, ട്രാലലേലോ ട്രാലല, ബോംബാർഡിയോ ക്രോക്കഡിലോ.